ഒരു ഡീസന്റ് ഡാർക്ക് കോമഡി പടമാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. കണ്ടിരിക്കാൻ രസമുള്ള ഒരു സിനിമയാണ്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു വൈബ്, അതിന്റെ ആ ഒരു ഇമോഷൻസ് ഒക്കെ പ്രതീക്ഷിച്ച് പടം കാണാൻ പോകരുത്. കാരണം ഇതിലെ ജോണർ തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും പടത്തിനുണ്ട്. സംഗതി കുറച്ച് ഡാർക്കാണ്. ആദ്യ ഭാഗത്തിന്റെ അമരക്കാരനായ കൃഷ്ണദാസ് മുരളി തന്നെയാണ് ഇതിന്റെയും രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സൈജു കുറുപ്പ്, കലാരഞ്ജിനി, ശ്രീജ രവി, സ്വാതിദാസ് പ്രഭു തുടങ്ങിയ പഴയ കാസ്റ്റിനൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജീൻ, ജഗദീഷ്, വിനയ് ഫോർട്ട് തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ മലയാളം ഡാർക്ക് കോമഡി ത്രില്ലർ സിനിമയെ കുറിച്ച്. ആദ്യ ഭാഗത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് പാർട്ടായ ഭരതനാട്യം എന്ന സിനിമ കാണണം. 2024 ഇറങ്ങിയത്. ഇത്തവണ ഭരതൻ നായരുടെ ഫുൾ ഫാമിലി ശ്രീകണ്ഠപുരത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളും ഒക്കെയാണ് മോഹിനിയാട്ടം എന്ന ഈ സിനിമയിൽ പറയുന്നത്. പേഴ്സണലി എനിക്ക് പടം നല്ലൊരു എന്റർടൈനർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് വർക്കായിരുന്നു. അങ്ങനെ ഭയങ്കര പുതുമയുള്ള വലിയ സംഭവമല്ല, പക്ഷെ തീർച്ചയായിട്ടും ബോറടിപ്പിക്കാത്ത, എൻഗേജിംഗ് ആയിട്ടുള്ള, അത്യാവശ്യം ചിരിക്കാനുള്ള വകയുള്ള ഒരു ഫൺ വാച്ച് എക്സ്പീരിയൻസ് ആണ് മോഹിനിയാട്ടം. ഇതിന്റെ ഒരു ജോൺറ ഷിഫ്റ്റ് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലെ ഒരു മെയിൻ ഐറ്റം. ഫസ്റ്റ് പാർട്ട് ഒരു കോമഡി ഡ്രാമ ആയിരുന്നപ്പോൾ അതിൽ നിന്നും ഒരു ഡാർക്ക് കോമഡി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ത്രില്ലർ മൂഡിലേക്ക് പടം മാറ്റി പിടിച്ചിരിക്കുകയാണ്. ആ ഒരു ഐഡിയ തന്നെ നൈസ് ആയിരുന്നു. പക്ഷെ അതെല്ലാവർക്കും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നമുക്ക് നെഗറ്റീവ്സിൽ പറയാം. ഫസ്റ്റ് പാർട്ടിന്റെ അനാലിസിസ് വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു. മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതിന്റെ പേരിലുള്ള മുതലെടുപ്പുകൾ, ഇതിനെയൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ഒരു കൊട്ടുകൊടുക്കുക എന്നത് ഭരതനാട്യം എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു. ഇത്തവണയും ഈ സിനിമയിലും അത് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ആക്ഷേപഹാസ്യം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വർക്കായിട്ടുമുണ്ട്. കോമഡി ആണെങ്കിലും അങ്ങനെ തലകുത്തി മറിഞ്ഞ് ചിരിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ കുറച്ച് നല്ല ചിരിക്കാനുള്ള മൊമെന്റ്സും സിനിമ സമ്മാനിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യം റെഫറൻസ് ഒക്കെ രസകരമായിരുന്നു. ഇത് വേണമെങ്കിൽ ഇനി ഇങ്ങനെ ഈ ഭരതൻ നായരുടെ വിക്രിയകൾ ഓരോന്ന് എന്ന വിധത്തിൽ ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ ഭരതനാട്യം സിനിമ എന്ന് പറയുന്നത് ഭരതൻ നായരുടെ നാട്യം, അതായത് പുള്ളിയുടെ ഫാമിലിയിൽ നടിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചും അതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തവണ മോഹിനിയാട്ടത്തിൽ ഒരു മോഹിനി കൂടിയുണ്ട്. ആ മോഹിനി ആരാണ്, എന്താണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. പെർഫോമൻസ് പറയുമ്പോൾ ഞാൻ ആദ്യം എടുത്ത് പറയുക കലാരഞ്ജിനിയുടേതായിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ പുള്ളിക്കാരി കിടുവായിരുന്നു. ഇതിലാണെങ്കിൽ പുള്ളിക്കാരി കിക്കിടലിനാണെന്ന് പറയാം. ഇവർ ഈ കൽപ്പന, കലാരഞ്ജിനി, ഉർവശി സിസ്റ്റേഴ്സിന് മാത്രമായിട്ട് കൈമുതലായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചില കോമഡി ഐറ്റംസ് ഉണ്ട്. എക്സ്പ്രഷൻസ്, ചില ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ചിലപ്പോ ചില നിൽപ്പാവാം, ചില റിയാക്ഷൻസ് ആവാം, ഡയലോഗ് പറയുന്ന വിധമാകാം, ഈ ബബബ അടിക്കുന്ന പരിപാടിയാകാം. അങ്ങനെ അത് വെച്ചിട്ട് കുറെ കിടിലൻ ഐറ്റംസ് കലാരഞ്ജിനിയുടേത് ഈ സിനിമയിലുണ്ട്. ഒരു തേങ്ങാപ്പൂളൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു നിൽപ്പൊക്കെ ഉണ്ട്. അതുപോലെ കുറെ ഉണ്ട്. പിന്നെ പുള്ളിക്കാരിയുടെ ശബ്ദം വെച്ചിട്ടാണ് പടം തുടങ്ങുമ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളതൊക്കെ പറയുന്നത്. അതൊക്കെ രസമുണ്ടായിരുന്നു. സോ പേഴ്സണലി ഞാൻ പറയും ഈ പടത്തിന്റെ ഷോ സ്റ്റീലർ കലാരഞ്ജിനി ആണ് എന്ന്. സൈജു കുറുപ്പ് പതിവ് പോലെ തന്നെ ശശി എന്ന ക്യാരക്ടർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടേതായ ചില മാനറിസംസ് ഉണ്ടല്ലോ, തനത് ശൈലിയിലുള്ളത്, അത് ഇതിലും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ആ ക്യാരക്ടറിനോട്, ആ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, അനുകമ്പ, അതൊക്കെ ഇതിലും വരുന്നുണ്ട്. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടത് ബേബി ജീന്റെ പ്രകടനമാണ്. ഒരു സർപ്രൈസ് ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാം. നല്ല രസമായിട്ട് തന്നെ ബേബി ജീൻ ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ പുള്ളി നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. എവിടെയോ ഒരു പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന ഒരു ഭാഗത്തൊഴിച്ചാൽ ബാക്കി എല്ലാ കോമഡിയും രസവും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ പുതുതായിട്ട് വരുന്ന ക്യാരക്ടേഴ്സിലൊന്ന് സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രമാണ്. പുള്ളിയുടെ ഒരു പഴയ കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരു കോമഡി ക്യാരക്ടറാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൽ നിന്നും കുറച്ചുകൂടി പ്രതീക്ഷിച്ചായിരുന്നു. ആ ക്യാരക്ടറിൽ നിന്നും അത്രയ്ക്ക് സ്ക്രീൻ സ്പേസ് പടത്തിൽ പുള്ളിക്കില്ല. പുള്ളിയുടെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ കഥയെങ്കിലും ഒരുപാട് ക്യാരക്ടറിന് പെർഫോമൻസിനുള്ള ഒരു സ്കോപ്പ് ഇല്ല എന്ന് പറയാം. വിനയ് ഫോർട്ടിനും സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കഥാപാത്രം ജഗദീഷിന്റേതാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്നു. അത്രയ്ക്ക് ഇമ്പാക്ട്ഫുൾ ആയില്ല എന്ന് പറയാം, എങ്കിലും ഓക്കെ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് പാർട്ടിലുള്ള മറ്റു താരങ്ങൾ മിക്കവരും ഇതിലുമുണ്ട്. ശ്രീജ രവി, അഭിരാം രാധാകൃഷ്ണൻ, നന്ദു പുതുവാൾ, സ്വാതിദാസ് പ്രഭു, ജിവിൻ റെക്സ്, ദിവ്യ എം നായർ, ശ്രുതി സുരേഷ്, ഇവരുടെ എല്ലാം ഒരു കൂട്ടായ പ്രയത്നം അല്ലെങ്കിൽ ഒരു കൂട്ടായ പെർഫോമൻസ്, ലൈക്ക് അവരുടെ തങ്ങളിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രകടനങ്ങൾ, അതൊക്കെ കൊള്ളാമായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലും ഇതിന്റെ ക്യാമറ ഇത്തവണ എടുത്ത് തന്നെ പറയണം, പ്രൊഡക്ഷൻ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയതുപോലെ ഫീൽ ചെയ്തു. ഒരു റെഡ് കളർ ടോൺ ഒക്കെ പടത്തിൽ ഫുൾ പിടിച്ചിട്ടുണ്ട്. അത് നൈസ് ആയിരുന്നു. പിന്നെ ബബ്ലു അജു ആണ് ഇതിന്റെ ക്യാമറ, ഷഫീഖ് ബീബി ആണ് ഇതിന്റെ എഡിറ്റിംഗ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കുമാണ്. നൈസ് പരിപാടിയായിരുന്നു സ്കോറും. പിന്നെ ബേബി ജീൻ തന്നെ പാടിയ ഒരു പാട്ടും ഒക്കെ. ഇലക്ട്രോണിക് കിളിയാണ് ഇതിന്റെ മ്യൂസിക്. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര വാവ് മൊമെന്റ്സ് ഒന്നും സിനിമ തരുന്നില്ല. നമുക്കറിയാം
മനസ്സിലാവുന്ന ടൈപ്പ് ഒരു കഥ തന്നെയാണ്. ഇത് എങ്ങനെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഇതുപോലുള്ള ഒരുപാട് ടൈപ്പ് തമിഴ് പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മലയാളത്തിലും ഉണ്ട്, പക്ഷെ കുറവാണെന്ന് മാത്രം. എങ്കിലും അത് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഭരതനാട്യം സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ ഓഡിയൻസ് ഉണ്ട്. അത് ഭയങ്കര ഫാമിലി ഓഡിയൻസ് ആണ്, കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പ്രേക്ഷകരാണെന്ന് തോന്നുന്നു. അവർക്ക് ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ജോണർ ഷിഫ്റ്റ് വരുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൽ കുറച്ച് മാരകമായിട്ടുള്ള ഒരു ക്രൈമിനെ പറ്റിയൊക്കെയാണ് സിനിമ പറയുന്നത്. സോ അത് ഫാമിലീസിനും കുട്ടികൾക്കും ഒക്കെ അത്രയ്ക്ക് പറ്റിയതാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരിത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നവും ഈ സിനിമയ്ക്കുണ്ട്. എനിക്ക് എന്തായാലും പേഴ്സണലി ഈ ഒരു ജോണർ ഷിഫ്റ്റ് തന്നെ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. പിന്നെ വേറൊന്ന്, ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും ഇമോഷണൽ സ്ട്രെങ്ത് പടത്തിനില്ല ഇതിന് എന്ന് പറയാം. കാരണം ഫസ്റ്റ് പാർട്ടിന്റെ അവസാനം പടം കുറച്ച് ഇമോഷണൽ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. പക്ഷെ ഇതില് ജോണർ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സ്കോപ്പും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആക്ഷേപഹാസ്യം കാരണം ഒരുപക്ഷെ ചിലര് അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന രീതിയിലൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു ഡാർക്ക് കോമഡി ത്രില്ലറാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. എങ്കിൽ പോലും ഞാനിതൊരു അതിഗംഭീര സംഭവം എന്നൊന്നും പറയില്ല. കണ്ടാൽ നഷ്ടമില്ലാത്ത എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫൺ വാച്ച് പടം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 18 മിനിറ്റ് എങ്ങാണ്ടാണ് സിനിമയുടെ റൺ ടൈം. 18+ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിന്റെ പ്രമേയം കൊണ്ട് കുട്ടികൾക്ക് പറ്റിയ ഒരു സിനിമയല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയല്ല.